സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു, ചില മുക്കലും മൂളലും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതും അങ്ങ് ക്രിസ്റ്റൽ ക്ലിയർ ആയി. എൻ്റെ പേര് അനുരൂപ്, വീട് കൊല്ലത്താണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ടെക്നോ പാർക്കിൽ. ഇവിടെ ഇപ്പം മോളുടെ കണ്ണിൻ്റെ ഒരു പവറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. ഇവിടെ 10 വർഷം മുന്നേ തൊട്ട് 2015 മുതൽ വരുന്നുണ്ട്. അന്ന് എൻ്റെ വൈഫിൻ്റെ അച്ഛന് വേണ്ടിയായിരുന്നു. അന്ന് പുള്ളിക്ക് ഈ ഓർമ്മ പോകുന്ന ഒരു അസുഖമായിരുന്നു. ഇപ്പം ഓർമ്മയെല്ലാം ഒരുവിധം പോയി, പിന്നെ സംസാരം എല്ലാം നിന്നു, പിന്നെ ഈ മൂവ്മെൻറ്റിനുമൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളന്ന് ആസ്റ്ററിലേക്ക് കാണിച്ചു. അപ്പം ബ്രെയിനിലെന്തോ ഓപ്പറേഷനോ അങ്ങനെ കണ്ടൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ വന്നതാണ്. അപ്പോൾ ഒരു 2-3 ആഴ്ച ചെയ്തപ്പോഴത്തേക്ക് ഈ അസുഖം പോയെന്ന് മാത്രമല്ല, അങ്ങ് പുള്ളിയുടെ ഓർമ്മയൊന്നുമില്ല, ഏകദേശം ഒരുവിധം എല്ലാം പോയായിരുന്നു. ആ ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടി. സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു, ചില മുക്കലും മൂളലും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതും അങ്ങ് ക്രിസ്റ്റൽ ക്ലിയർ ആയി. എന്ന് വെച്ചാൽ പുള്ളിക്ക് 65 വയസ്സൊക്കെ അത്ര ഉണ്ടായിരുന്നു. സംസാരമൊക്കെ ഭയങ്കര അങ്ങ് കൊച്ചു പിള്ളേരുടെ രീതിയിലുള്ള സംസാരമൊക്കെ, സംസാരിക്കാനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു, ഒരുവിധം പോയായിരുന്നു. ഈ നാക്കുമായിട്ടും ഈ തൊണ്ടയ്ക്കൊക്കെ സൗണ്ടൊന്നും വരാത്ത പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒരു 2 ആഴ്ച കൊണ്ട് മാറി. ഇത് ഞങ്ങൾ അറിഞ്ഞത് ഒരു 2014 ഒരു TV ഷോയിൽ കണ്ടപ്പം അറിഞ്ഞതാ. അങ്ങനെ അമ്മ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ നമ്മുടെ പല ബന്ധുക്കളും ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നമ്മളായി വന്നപ്പോൾ തന്നെ നമുക്ക് പുള്ളി കാലേ തൊട്ട് നമ്മളെ അറിയാൻ വയ്യാത്ത പല അസുഖങ്ങളും, പിന്നെ പണ്ടുണ്ടായിരുന്ന അസുഖങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഈ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ ചിലപ്പം കുറെ ദിവസങ്ങൾ എടുക്കും. പിന്നെ ചിലപ്പോൾ അതിന് തന്നെ ഒരു 10-30,000 രൂപ ചിലവാകും. ഇത് ഡയഗ്നോസ് തന്നെ ആദ്യത്തെ ഒരു മിനിറ്റിൽ തന്നെ നമ്മുടെ അസുഖങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറയും. അത് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഈ ഡോക്ടർമാർക്ക് പൊതുവെ കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ട് കാര്യങ്ങളും, പിന്നെ നമ്മുടെ പല ബന്ധുക്കളിലെ പല അസുഖങ്ങൾക്ക് റീസൺ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം മോളുടെ കേസിലാണെങ്കിലും ഞാൻ ട്രിവാൻഡ്രത്ത് 2-3 ഹോസ്പിറ്റലിൽ പോയി. അവര് കണ്ണാടി വയ്ക്കാനാണ് പറഞ്ഞത്. വേറൊരു മേജർ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ അവരും ഒരുവിധം റീസണെ കണ്ടുപിടിച്ചു. പക്ഷേ ഇത് അതിനെ അപ്പുറത്തേക്ക് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ചു. കണ്ണിന്റെ പവർ കുറഞ്ഞു വരുമായിരുന്നു. -2.5 വരെ ഞങ്ങൾ ആദ്യം കാണിക്കുമ്പം, പിന്നെ 1 വർഷം കൊണ്ട് അത് -4.5 എത്തി. അപ്പൊ അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അങ്ങനെ നോർമൽ അല്ല. അപ്പൊ അതിന്റെ കാരണങ്ങളും അതുമെല്ലാം ഡോക്ടർ പറഞ്ഞു തന്നു. അത് വേറെ ആരും പറഞ്ഞില്ല, നമ്മൾ വേറെ ഒരുപാട് അടുത്ത് പോയി. എനിക്കറിയാവുന്ന നമ്മുടെ കുറച്ച് ബന്ധുക്കൾ വന്നത് വെച്ചാണ്. അപ്പം ഈ ഓട്ടിസത്തിനൊക്കെ ഒരു ബന്ധു വന്നായിരുന്നു. അപ്പൊ അവർക്കും ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സർജറി വേണമെന്നൊക്കെ പറഞ്ഞ പല കേസുകൾ ഇവിടെ വരുമ്പം ചിലപ്പോൾ അവർ പറഞ്ഞ ആ ഒരു കാരണമായിരിക്കത്തില്ല ഈ സർജറിക്ക് വേണ്ടി ഉള്ളത് തന്നെ. ഡോക്ടർ പറയുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്യൂ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ വേറെ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഇവിടെ ഡോക്ടർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പൊ നമുക്കൊരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം.